ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് മഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പനീർ ബുർജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെപ്പോൾ ഇങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് 3 മീഡിയം സൈസുള്ള സബോള ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സബോള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയിട്ട് നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഈ സബോള ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് കളർ ആവണ വരെയാണ് വഴറ്റിയെടുക്കുന്നത്. ഇത്ര കളറായാൽ മതി. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പിന്നെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ പച്ചമണക്ക് മാറണ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ മസാലയ്ക്ക് നല്ലൊരു മൂത്ത സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലോട്ട് 200 ഗ്രാം പനീർ നല്ലപോലെ കൈവച്ച് പൊടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മിക്സറിൻ്റെയും മിക്സിയുടെയും ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലയുടെ മിക്സും പനീറൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതൊരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കറികളിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ പനീർ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സബോളയിൽ മാത്രമല്ല ആഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മല്ലിയില ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ കറിക്ക് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് അവസാനമായിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ചതുപോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കസൂരി മേത്തി എന്ന് പറയണത് ഉലുവയില ഉണക്കിയതാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു അടിപൊളി ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ പനീർ ബുർജി ഇപ്പോൾ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.